ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ തൊട്ടിലിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ ഇൻസ്റ്റയിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ അതിനെല്ലാവരും ഈ തീട്ടമ്മ ഈച്ച കൂടിയ മാതിരി അതിൻ്റെ ബാക്കിൽ അതിൻ്റെ അടിയിലുണ്ടാവും തൊട്ടിലിൻ്റെ വീഡിയോ ഇവിടെ. പിന്നെ അതേമാതിരി മിഞ്ഞാന്ന് ഞാൻ ചാലും ബീച്ച് പോയപ്പോൾ അവിടെ നിന്നുണ്ട് തന്നെ ഒരു ചെങ്ങായി എന്തോ സാധനം അടിച്ചാണ് എൻ്റെ അടുത്ത് വന്നത് തൊട്ടിലിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇവിടെ എന്ന് വെച്ചാണ്. പിന്നെ ഇപ്പോൾ ഇടാന്നാ മോശമല്ല, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കിട്ടുക. ഇപ്പം ഞാൻ ശരിക്കും തൊട്ടിൽ കിട്ടുന്നത് എന്തിനാ വെച്ചാൽ ഡൽഹിയിൽ നിന്ന് കാശ്മീർക്ക് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിക്ക് 12-13 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ അത്രയും നേരം ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ എനിക്ക് ഏതായാലും കഴിയൂല. അപ്പോൾ പിന്നെ തൊട്ടിൽ കെട്ടിയിട്ട് അതിൽ ആടിയുണ്ടെങ്കിൽ നല്ല സുഖത്തിൽ കിടന്ന് ഉറങ്ങും ചെയ്യാം. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഈ തൊട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിച്ചൊരു 12-13 മണിക്കൂർ അറിയാതെ ഉറങ്ങിപ്പോവും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. അതിനും കൂടിയാണ് ഇപ്പോൾ കെട്ടുന്നത്. നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുമ്പോഴാണ് സാധാരണ തൊട്ടിലിട്ടല്. ഫസ്റ്റ് തന്നെ തൊട്ടിലിട്ടുമ്പോൾ 2 സൈഡ് ഉണ്ടാവും. ഒന്ന് നമ്മൾ ആ ഇരിക്കുന്ന സൈഡ്, പിന്നെ ഒന്ന് ബാഗും കാര്യങ്ങളൊക്കെ വെക്കണ സൈഡ്. ആ ഫസ്റ്റ് തന്നെ ഈ ഇന്നത്തെ തൊട്ടിലിട്ടുന്നത് വേറൊരു സൈസിലാട്ടോ. ഫസ്റ്റ് തന്നെ ആ ബാഗും കാര്യങ്ങളും വെക്കണ നമ്മളെ ലഗേജ് വെക്കണ ബാഗ് ഉണ്ടാവും, അവിടെയാണ് ഫസ്റ്റ് തന്നെ കെട്ടേണ്ടത്. ഒരു സൈഡ് കെട്ടുക, അതും അതിൻ്റെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഓരോ കെട്ടുണ്ടാവും. ഒരു കെട്ട് ഇങ്ങോട്ട് നീങ്ങാതെക്കാൻ വേണ്ടി നമ്മൾ 2 കെട്ടിൻ്റെ അവിടെ ആയിട്ട് കെട്ടിയിടണം. ഇപ്പം ഞാൻ ചെയ്യണത് ഒരു സ്ഥലത്ത് ഒരു കെട്ടിൻ്റെ അവിടെ കെട്ടി, പിന്നെ മറ്റേ കെട്ടിൻ്റെ അവിടെ എടുത്ത് കെട്ടുക. പിന്നെ ഈ ബെഡ്ഷീറ്റ് ആയിട്ട് കെട്ടുമ്പോൾ നല്ല ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് കെട്ടണം, അല്ലെങ്കിൽ എൻ്റെ മാതിരി ഇടയ്ക്കിടയ്ക്ക് അടിക്ക് വീകാൻ സാധ്യതയുണ്ട്. ഞാനൊക്കെ എത്രമാതിരി അടിക്ക് വീണെന്ന് അറിയാം. ഫസ്റ്റ് തന്നെ ഞാൻ വീണന്ന് ഒരു ബംഗാളിൻ്റെ തലേക്ക് നേരെ അടിക്കാണ്ട് വീണ. അതിൽ ആ ബംഗാളിക്ക് ചൂടാണോ എന്താണെന്നൊന്നും അറിയില്ല, ഓൻ തെറ്റിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിനി. കാരണം ഇറ്റിങ്ങൾക്ക് വലിയ ഇതിപ്പോൾ മലയാളീസിൻ്റെ തലേക്കൊക്കെ ആണെങ്കിൽ മോനെ അടിച്ചിട്ട് മോൻ തന്നെ ഷേപ്പ് മാറിയിട്ട് പിന്നെ ഷേപ്പ് ഇല്ലാതെ നാട്ടിൽ പോകേണ്ടി വരും, അമ്മാതിരി അവസ്ഥ ആവും. പക്ഷെ ഇത് ബംഗാളികൾ എന്താ വെച്ചാൽ ഇറ്റിങ്ങൾ ഈ തമ്പാക്ക് വെക്കും. അപ്പോൾ 4 മണിക്കൂർ അതിൻ്റെ പവർ ഉണ്ടാവും, തലയിൽ ഇങ്ങനെ തരിച്ച് നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ വീണാലും ഇറ്റിങ്ങൾ വിചാരിക്കും ഇത്തത് ഈച്ച വെറുപ്പിക്കണി ഏന്ന് പറഞ്ഞാലാണ് പോകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഞാൻ ഈ കേരളം ഭാഗത്തൊന്നും ഇത് കെട്ടില്ല കേട്ടോ. ഈ നോർത്ത് ഏരിയയിൽ എത്തുമ്പോഴാണ് മെയിനായിട്ട് ഇത് കെട്ടേണ്ടി വരിക. അപ്പോൾ ഫസ്റ്റ് ഞാൻ വീണന്ന് ബംഗാളി തെറ്റി. രണ്ടാമത്തെ പ്രാവശ്യം വീണന്ന് ഫുള്ള് തിരക്കേനി. അതിൽ തൊട്ടിൽ വീണപ്പോഴും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ബാക്കി ഒരു 5 മിനിറ്റ് ഏതോ ഒരു ബംഗാളികളെ തലമേൽ ഇങ്ങനെ നിൽക്കേനി. എല്ലാവരും നിൽക്കുകയായതുകൊണ്ട് പിന്നെ നേരെ അടിക്ക് വീണിന് ഒന്നായിട്ട് ടേന്ന് അറിഞ്ഞാണ്ട്. നിങ്ങൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേമാതിരി തന്നെ വീണാൽ വല്ലാണ്ട് പറ്റൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ നേരെ നിലത്തേക്കാ വീകുള്ളൂ. പിന്നെ ഈ ഉറക്കത്തിൻ്റെ ഇടയിലൊക്കെ വീണാൽ ഭയങ്കര സീനാട്ടാ. ഇപ്പം നമ്മൾ കെട്ടി കഴിഞ്ഞ ഇവിടെ വെച്ചാൽ ബാഗും ആ ലഗേജൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് ആ ഭാഗത്ത് ഫുള്ള് സെറ്റായി കെട്ടി കഴിഞ്ഞിട്ടാണ്. ഇനി അടുത്ത സൈഡ് എവിടെ കെട്ടേണ്ടി വെച്ചാൽ ഈ ജനറലിൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ഏറ്റവും മേലുള്ള കമ്പിമ കെട്ടുക. ആ കമ്പിമ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ജയിൽ പോലത്തെ സാധനമുണ്ട്, കുനു ഒന്നെങ്കിൽ അതിൻ്റെ മേലെ കൂടെ കെട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുതപ്പെടുത്താണ്ട് നല്ല നൈസിൽ കെട്ടുക. അപ്പോൾ പിന്നെ ഒരു പേടിയും പേടിക്കണം. എന്തായാലും ഈ വികാൻ ചാൻസ് ഉള്ളത് മേലത്തെ അപ്പം കെട്ടിയതാ, അതെന്തായാലും വികമൊന്നുമില്ല, അത് നല്ല സേഫായിട്ട് നിൽക്കുക. പക്ഷെ വികാൻ ചാൻസ് ഉള്ളത് മറ്റോടത്ത് എങ്ങനെയെങ്കിലും അയിഞ്ഞു ചിലപ്പോൾ നമ്മളിങ്ങനെ തൊട്ടിലി കിടന്ന് ആടൂലേ, അപ്പോഴൊക്കെ ചിലപ്പോൾ വികാൻ ചാൻസ് ഉണ്ട്. മേലത്തെ എന്തായാലും അയ്യൊന്നുമില്ല, സേഫായിട്ട്. ഈ പൊട്ടനെ കെട്ടാറിയില്ല എന്നുണ്ട്. ഈ ചെങ്ങായിനെ കൊണ്ട് കുടുങ്ങിയല്ലോ, ഇതിൻ്റെ ചെങ്ങായി സനൂജ് കെട്ടുക. പിന്നെ ഈ പുതപ്പ് സ്പോൺസർ ചെയ്ത് ആരാ വെച്ചാൽ എൻ്റെ ചെങ്ങായി ഉണ്ട് നിയാസ്, ഓനാണ് സ്പോൺസർ ചെയ്ത്. ഓൻ്റെ ഏതോ തൊലിഞ്ഞ ഇതാണ്, ഇത് കീറാൻ ചാൻസ് ഉണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. ആ സംഭവം നല്ല ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കീറി വീണാലും കുഴപ്പമൊന്നുമില്ല. അടിയിൽ ആളുണ്ട് എന്നാണ് തോന്നണം. അത് കയറുമ്പോൾ മനസ്സിലാവുള്ളൂ. അടിയിൽ ഞാൻ നോക്കിയില്ല. ഇത് കെട്ടാൻ കുറേ ടൈം പിടിക്കും കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ നല്ല ടൈം എടുത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് തല ഇറങ്ങി വീണത്. എന്തായാലും 12-13 മണിക്കൂർ ഉറങ്ങാനുള്ളതല്ലേ. അപ്പോൾ നല്ല എനിക്കാണ്ട് ഒരിതാവില്ല. ആ മറ്റേ ഭാഗത്ത് കെട്ടിയിട്ടേ ഇത് ഇങ്ങനെ കെട്ടി അഥവാ ഇഞ്ഞ് വീണുണ്ടെങ്കിൽ വീകാഞ്ഞ് വയ്യ. കാരണം തുണിയൊക്കെ ആദ്യമൊക്കെ ഞാൻ ഓരോ ട്രിപ്പ് പോകുമ്പോൾ നമ്മളെ ഈ ചെറിയ മുണ്ടൊക്കെ അതുകൊണ്ടൊക്കെ കെട്ടിയാണ്ട് കെടുക്കും. നല്ല ആൾക്കാർ അടിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരു ധൈര്യമാണ്. ഇപ്പം ഇനിയിപ്പോൾ നല്ല സേഫായിട്ട് കെട്ടാം. ഇതിനെ പറ്റിയ എന്താ വെച്ചാൽ ഇത് നല്ല പുതപ്പെടുത്താണ് കെട്ടണം. ഇത് കെട്ടി കഴിഞ്ഞാലും ഇത് നല്ല വീതിയുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നല്ല പുതപ്പെടുത്താലും നമുക്ക് സുഖസുന്ദരമായിട്ട് കിടക്കാം. പിന്നെ കുറച്ചും കൂടി നീളം ഓവറായതുകൊണ്ട് ഈ കാല് വെക്കാൻ ചിലപ്പോൾ ആ ബാഗുമൊക്കെ വെക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ ഒരു ചൊറ. പിന്നെ നമ്മൾ കെട്ടുന്ന ടൈമിൽ ഊരാൻ കൊടുക്ക് ചെയ്തിട്ടാ മറ്റേ കെട്ടില്ല, നമ്മൾ ഈ പോത്തിനൊക്കെ കെട്ട് ഇങ്ങനെ ടൈറ്റ് ആണതിനനുസരിച്ച് അവിടെ ടൈറ്റ് ആവും, അത് കെട്ടരുതിട്ടാ. ഇപ്പോൾ ഞാൻ ഏകദേശമൊക്കെ സെറ്റാക്കി 2 കെട്ടൊക്കെ കെട്ടി സെറ്റാക്കി. ഇനി ഒന്നും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെയൊന്നും ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. അയിമലൊന്നും ഇങ്ങനെ
ഈ പൊള്ളപ്പ് ചെയ്ത് നോക്കുകയാണ്. ഇനി ഇത് പൊട്ടുമോ, കയറയ്യുണ്ടോ, കെട്ടയ്യുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് നല്ലോണം ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ സീനാണ് മോനെ. അതാ ഞാൻ ഇപ്പം ഇങ്ങനെ നോക്കണുണ്ടാ. ഈ തൊട്ടിലിൻ്റെ ഒന്നാമത്തെ ഗുണം എന്താ വെച്ചാലേ, ഇതിങ്ങനെ കെട്ടുമ്പോൾ ബംഗാളികൾ മുഴുവൻ നമ്മളിങ്ങനെ നോക്കിക്കും. എന്നിട്ട് എവിടെയാണ് സ്ഥലം, എവിടെയാണ്, പിന്നെ വടാപ്പാവ് വേണോ, അത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാകും ഒറ്റങ്ങൾക്ക്. ഇപ്പം ഞാൻ കെട്ടിനടുത്ത് കുറേ ഭായിമാർ നോക്കിയിട്ടുണ്ട്, പക്ഷെ വീഡിയോയിൽ കുടുങ്ങാൻ കഴിയില്ല. കാരണം വീഡിയോയിൽ എന്താണ്, ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്. മറ്റേത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതാക്കിയാണ്. ഇപ്പം ഞാൻ കെട്ട് കണ്ടൊന്നും കൂടി ചെക്ക് ചെയ്യണം, കാരണം ഇതിങ്ങനെ വെകൂലെന്നൊരു പേടി വരും. ഇപ്പം ഏതായാലും കെട്ടൊക്കെ റെഡിയായി. ഇനി അയിമക്കൊന്ന് ഇങ്ങനെ കാല് വെച്ചാണ്ട് ഒരു ചെക്കിങ് ഉണ്ട്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. എന്താ തൊട്ടിലിട്ടാണെങ്കിലും ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ച് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന് വേണ്ടിയാണ് അടുത്തത് പോണത്. ഒന്ന് ഫസ്റ്റത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇങ്ങനെ കെട്ടായില്ല എന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ വെരിഫിക്കേഷനാണിത്. എന്താണ്, അതിക്ക് ഇങ്ങനെ കാല് വെച്ചാണ്ട് ഒരു നോട്ടുണ്ട്. ഈ കാല് വെക്കുമ്പോൾ നല്ലോണം പവർ പോകും. നമ്മൾ ഈ 2 കാലും കൂടി അതിൽ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് എന്താ പൊട്ടുമോ, അത് അയ്യോ എന്ന് അപ്പോഴേ അറിയുള്ളൂ. പിന്നെ നമ്മൾ പിന്നെ വേണമെങ്കിൽ സേഫായിട്ട് കിടക്കുകയും ചെയ്യാം, നല്ല സുഖത്ത് ചെയ്യുകയും ചെയ്യാം. ഇത് ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഇതേമാതിരി ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെയല്ല ഇത് വെക്കൂല, ഇതിപ്പോൾ കുറേ കെട്ടി ശീലമാണ്. ഇതൊന്നും വെക്കൂലെന്ന് എൻ്റെ ഒരു ഇത്. കാരണം ഇത് എന്താണ്, ഇതല്ലേ പുതപ്പല്ലേ, നല്ല ബെഡ്ഷീറ്റ്, നല്ല കട്ടിയൊക്കെ ഉള്ള സാധനമാണ്. ഇത് ഇനി വെക്കുകയാണെങ്കിൽ അതിൻ്റെ നടു കീറിയാണ്ട് അടിയൊക്കെ വെക്കുള്ളൂ. അത് നടു കീറൊന്നുമില്ല, ഭയങ്കര നല്ല സെറ്റ് സാധനം കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും കൊണ്ട് പെട്ടെന്നാണ്ട് കയറാനൊന്നും കഴിയില്ല. ഇതിങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടാവും, അത് ഇനിയിപ്പോൾ മതി അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളോട് കയറണം, അത് അപ്പോഴത്തേണ് നമ്മളെത്ത് കിടക്കണത്. ഇനിയിപ്പോൾ ഞാൻ കാലുകൊണ്ടൊക്കെ ഇങ്ങനെ ആട്ടി നോക്കുകയാണ്, എന്തെങ്കിലും ആവുമോ ചെക്ക് ചെയ്താൽ. അവിടെ ഒന്ന് ഇരുന്ന് നോക്കി, മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നോക്കി. അവിടെ ഈ എന്താണ് ലഗേജ് വെക്കണ ഭാഗം ടൈറ്റ് ആകുന്നുണ്ടോ, ബാക്കിൽ ടൈറ്റ് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ബംഗാളികൾ വീഡിയോ എടുക്കണേ, മറ്റേ ചുറ്റുള്ള എന്നിട്ട് ഇങ്ങനെ മെല്ലെ ചെക്ക് ചെയ്താണ്ട് ഒന്നിങ്ങനെ ഇരുന്ന് നോക്കും. ആ കമ്പിമേൽ ബാക്കിൽ മുമ്പിലുള്ള കമ്പിയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇരുന്ന് നോക്കുക. ഇനി ഇപ്പോൾ വീഴുകയാണെങ്കിൽ ഇനിയിപ്പോൾ കാലൊന്നും ഉള്ളിൽ കിടും, എന്നാലും ബാക്കിലൊരു പിടുത്തം വിടുന്നില്ല. കാരണം വീണാലും ഇനി നേരെ ഇങ്ങോട്ട് ചാടി നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് സെറ്റാട്ടോ, സാധനം അടിപൊളിയാണ്. കാരണം ഇപ്പം കയറി നോക്കി, ഇനി ഈ കാല് വേണമെങ്കിൽ നമുക്ക് സുഖം. ഇപ്പോൾ തല വെക്കാനുള്ള സ്ഥലമായി, ഇവിടെ ഇങ്ങനെ കിടന്നുണ്ടെങ്കിൽ തലയായി. ഇനി ഈ കാല് വെക്കുമ്പോൾ ആ ബാഗുമൊക്കെ വെക്കുക, അങ്ങനെ പല സ്ഥലത്തും വെക്കുക. പിന്നെ അടിയിലെ ബംഗാളികൾ വയ്ക്കാൻ അറ്റിങ്ങൾ ചെങ്ങായിക്ക് പേടി, ഓനതങ്ങനെ പറയണം. ഇപ്പോൾ ഇവിടുന്ന് ഊരിയേക്ക് എനിക്ക് അടിയിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെത്ര ആര് പറഞ്ഞാലും ഊരൊന്നുമില്ല. ഞാൻ അവനോട് പറഞ്ഞു, തലേക്ക് വീണാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു തമ്പാക്ക് വാങ്ങി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം തലേക്ക് വെക്കൂലെന്ന് ഉറപ്പാണ്. ഓനക്ക് നല്ല പേടിയുണ്ട് അടിയിലിരിക്കണം. ഓനക്ക് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇടക്കിടക്ക് ബോസ് ഇടക്കിടക്ക് നോക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ കുറുക്കന ആമട്ടിയായി നോക്കണമായിരി ഇങ്ങനെ നോക്കും മേലേക്ക്. തലേക്ക് വെക്കുവോ വെച്ചിട്ട് പേടിച്ചായിരിക്കും. എന്നാൽ ഓനക്ക് വേറെ എത്ര സ്ഥലം ഉണ്ട്, അവിടെ എവിടെയും പോയിരുന്നൂടെ, അവിടെ ഒന്നും ഇരിക്കൂല ബോസ്. ഇപ്പം ഞാനുള്ളത് നല്ല പൊലിവിലാട്ടെ. കാരണം വീഡിയോ ഇത് തൊട്ടിലൊക്കെ സെറ്റായി. ഇനി ഒന്ന് ഇങ്ങനെ കിടന്ന് നോക്കി. ഇപ്പം ആ പേടിയൊക്കെ മാറിയാണ്. ഇനിയിപ്പോൾ വെക്കൂലെന്ന് ഉറപ്പായി. കാരണം പിന്നെ ചന്തിൻ്റെ ഭാഗമൊക്കെയാണ് ഒരു കോയിമുട പോലെ ഇങ്ങനെ മുയച്ച് നിൽക്കണേ. പക്ഷെ എന്നാലും ഇപ്പോൾ സെറ്റായിട്ട്. അപ്പോൾ ഞാൻ പിടുത്തൊക്കെ വിട്ടേണ്ടില്ലേ. ഇതേമാതിരിയാണ് ഒരു സൈസിലുള്ള തൊട്ടിലിട്ട്. ഇനി തൊട്ടിലെവിടെ എന്ന് ചോദിച്ചാണ്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇതേമാതിരിയാണ് ഞാൻ എല്ലാവരും ജനറൽ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിട്ടാണ്. എൻ്റെ വീഡിയോ കണ്ടാണ് കുറേ ആൾക്കാർ ഇതേമാതിരി ജനറലിൽ പോണ കാണുമ്പോൾ ഭയങ്കര സന്തോഷാട്ടാ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും ഓക്കെ, അനാഷ് വീണ്ടും വരുന്നതാണ്.